അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിളിൻ്റെ ഒരു കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഞാനിവിടെ ഒരു ഉള്ളി ചെറിയ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഓയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ആ ഒരു ഗോൾഡൻ ഫ്രൈ ചെയ്തെടുക്കില്ല, ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ 3-4 പീസ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഈ ഒരു രീതിക്കായുന്നത് വരെ ഒന്ന് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പം ഉള്ളി പൊരിച്ച അതേ ഓയിലുണ്ടല്ലോ, ആ ഓയിലത്തേക്ക് തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ്, പിന്നെ ഒരു 3-4 ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ വെജിറ്റബിൾസിന് ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ബ്രക്കോളിയും പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കണേ. കോളിഫ്ലവറും അതുപോലെ തന്നെ ബ്രക്കോളിയൊക്കെ അറിയാമല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു തൈര് എടുത്തിട്ടുള്ള ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിലേക്കൊരു 5-10 നമ്മൾ അണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മളെ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ക്രീമായിട്ടുള്ള നല്ലൊരു കറി നമുക്ക് വേണമല്ലോ, ആ ഒരു രീതി വേണ്ടിക്കാൻ കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടീസ്പൂണാണ്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മിക്സ് ആയിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മല്ലിപ്പൊടിയും അതിനതുപോലെ തന്നെ മുളക് പൊടിയൊക്കെയുള്ള മിക്സ് ആയിട്ടുള്ള ഒരു മുളകില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മൾ ആ ഓയിലില്ല അതിലേക്ക് തന്നെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മളെ വെജിറ്റബിൾസ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കേട്ടോ വേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് കറി ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സായിട്ട് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്തിട്ടൊരു 5 മിനിറ്റോളം നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കറി റെഡിയായി വരുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ക്രീമി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾസിൻ്റെ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ ഒരു കറി അപ്പോൾ കഴിക്കാനും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയില്ല. അപ്പോൾ കഴിക്കാനും ഇതേ രീതിയിൽ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ചിക്കനും അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിക്കൻ വെജിറ്റബിൾസിൻ്റെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് കൊടുത്തു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കറി നല്ല പുളിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി വഴറ്റിയിട്ട് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇതൊക്കെ നല്ലോണം ഒന്ന് ചെക്ക് ചെയ്ത് ഉപ്പ് ഇതൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ കസൂരി മേത്തിയില്ല അതൊന്ന് പൊടിച്ചിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം, അല്ലെങ്കിൽ തണുത്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ
ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.